18 സാംസ്കാരിക നായകർ ചേർന്ന് ഒരു ബുദ്ധിജീവിയെ 16,000 വോട്ടിന് തോൽപ്പിച്ചിരിക്കുക. കളമശ്ശേരി പി രാജു അദ്ദേഹം സൈദ്ധാന്തികനാണ്. അദ്ദേഹത്തിന്റെ ഭാഷ നമുക്ക് മനസ്സിലാക്കാനുള്ള വിജ്ഞാനം നമുക്കില്ല. മന്ത്രിയായോണ്ട് അല്ലെങ്കിൽ ഇത്തരം ഭാഷ ഒരുപാട് നമുക്ക് കേൾക്കാറുണ്ട്. അല്ലാതെ ഇപ്പം എം സ്വരാജ് ഒത്തിരി ഇടത്ത് നിന്ന് പറയുന്നുണ്ടല്ലോ. സത്യാനന്തര കാലഘട്ടം ആയതുകൊണ്ടാണ് ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞത്. അത് മറ്റേ എന്തോ വൈരുദ്ധ്യാത്മിക ഭൗതികവാദവും പ്രതിക്രിയാവാതകവും ഒക്കെയാണ്. സത്യാനന്തരം എന്നൊരു വാക്ക് മാത്രമാണ് ഇയാടെ വായിന്ന് വരുന്നത്, ഈ സ്വരാജിന്റെ വായിന്ന് വരുന്നത്. അപ്പൊ ഈ പ്രതിക്രിയാവാതകവും സ്വർഗക്രിയാവാതകവും ഒക്കെ പറയുന്നതിനിടയ്ക്ക് 18 സാംസ്കാരിക നായർ കളമശ്ശേരിയിൽ രാജീവിന് വേണ്ടി രംഗത്തിറങ്ങി. അപ്പൊ അവിടെ 18 സാംസ്കാരിക നായർ ഇറങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചൊരു 18,000 വോട്ടിന്റെ അധിക ലീഡ് അദ്ദേഹത്തിന് ഉണ്ടാകും എന്നാണ് വിചാരിച്ചത്. ഈ കളമശ്ശേരിയിൽ എന്താ സംഭവിച്ചത്? കളമശ്ശേരി ഇബ്രാഹിം കുഞ്ഞിന്റെ മകനാണ് അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത്. അപ്പോൾ ഞങ്ങൾ കളമശ്ശേരി സർവേ നടത്തി. അപ്പം നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് കുറച്ച് പേര് നമ്മളോട് പറഞ്ഞു, രാജീവിനെതിരെ അവിടെ ഒരു വികാരമില്ല, രാജീവ് തന്നെ ജയിക്കും, കഷ്ടിച്ചാണെങ്കിലും ജയിക്കുമെന്ന്. പക്ഷേ ഇത് വേറെ ചില ഭാഗത്ത് ചെന്നു. അപ്പോൾ അത്യാവശ്യം രാഷ്ട്രീയ ബോധമുള്ള കുടുംബങ്ങളിൽ നമ്മൾ 1-2 വീടുകളിൽ, അപ്പോൾ ഈ വീടുകളിൽ ചെന്നപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് ഇക്കുറി രാജീവ് ജയിക്കില്ല എന്ന് പറയാനുള്ള കാരണം, അവർ പ്രത്യേകിച്ച് കാരണമൊന്നും പറയുന്നില്ല. രാജീവിനെ ജനങ്ങൾക്ക് മടുത്തു, അപ്പോൾ അദ്ദേഹം ജയിക്കില്ല. അപ്പോഴും നമ്മൾ നടത്തിയ സർവേയിൽ ഒരു മുൻതൂക്കം ഈ രാജീവിന്. ആ രാജീവിന് ഈ മുൻതൂക്കം വന്നപ്പോൾ തന്നെ നമ്മുടെ സർവേ എന്ന് പറയുന്നത് ചുമ്മാ പോയി കുറേ വോട്ട് ചെയ്ത് മേടിച്ച് ചെയ്യുകയല്ലല്ലോ. നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ഉപചോദ്യം 10 ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ കളക്ട് ചെയ്ത, അപ്പോഴും നമ്മൾ ഈ സർവേ ടാബുലേഷൻ നടത്തുന്ന സമയത്തും നമ്മുടെ ഗ്രൂപ്പിൽ ഞാനൊരു മെസ്സേജ് ഇട്ടിരുന്നു, ഇദ്ദേഹം വോട്ട് കൂടുതൽ രാജീവിനാണ് കിട്ടിയതെങ്കിലും മറ്റ് 2 പേർക്കും തുല്യ സ്ഥാനമാണുള്ളത്. ചിലപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഇദ്ദേഹം ജയിച്ചു കൂടായികയില്ല. ഈ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഈ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയാണ് ആലുവയിൽ അൻവർ സാദത്തിനെതിരെ കൊണ്ടുവന്ന ഇവർ ആരിഫിനായിട്ട്, ഇത് രണ്ടും അടുത്തടുത്ത മണ്ഡലമാണല്ലോ. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ഈ മണ്ഡലങ്ങൾ തമ്മിലുള്ള ഈ അടുപ്പത്തിന്, ഈ ആലുവ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്കൂടെ നമ്മൾ ഇങ്ങനെ ചെല്ലുന്നത്. അപ്പോൾ ചെല്ലുന്ന ഉടനെ ഈ വഴിയിലെല്ലാം ഈ പോസ്റ്റർ കണ്ടപ്പോൾ ആ അൻവർ സാദത്തിൻ്റെ പോസ്റ്റർ, അതിൻ്റെ ഓപ്പോസിറ്റ് ആരിഫിൻ്റെ പോസ്റ്റർ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇവർ സമുദായം ബാലൻസ് ചെയ്യാൻ പറ്റും, ഈ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാകുമെന്ന് ഇവർ മനസ്സിലാക്കി. ആ ന്യൂനപക്ഷ ഏകീകരണത്തിൻ്റെ ഒരു ഇരയാണ് ഈ പറയുന്ന രാജീവ്. പക്ഷേ അദ്ദേഹത്തെ തോൽപ്പിച്ചതിൽ ഈ 18 സാംസ്കാരിക നായർക്കും വ്യക്തമായി. ഈ സാംസ്കാരിക നായകന്മാരുണ്ട്, സത്യം പറഞ്ഞാൽ ഇവരെ കുറിച്ച് പറയേണ്ടത് അൺപാർലമെന്ററി വാക്കുകൾ നമ്മൾ പ്രയോഗിക്കരുത്, അല്ലാതെ സഭ്യമായ വാക്കല്ല ഇവരെ പലരെയും കുറിച്ച്. കാരണം യാതൊരു ഉളുപ്പോ നാണമോ ഇല്ലാതെ. നിങ്ങൾ നോക്കിക്കോ, ഈ 18 പേര് വന്നില്ലേ, ഇതിലൊരു 9 പേരെങ്കിലും ഇപ്പോൾ UDF നേതാക്കന്മാരെ തിണ്ണയിറങ്ങിയായിരിക്കും. അതെ, പതുക്കെ അത് എനിക്ക് അങ്ങനെയല്ല, നിങ്ങൾക്കാണ് കൂടുതൽ സ്നേഹമുള്ളത്, വേണമെങ്കിൽ 2 കവിത എഴുതരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രസംഗം എഴുതരാം. സാഹിത്യ അക്കാദമി, അടുത്ത് നിങ്ങൾ നോക്കിക്കോ, സാഹിത്യ അക്കാദമി പ്രസിഡന്റ്, അക്കാദമി സെക്രട്ടറി, ലളിതകല അക്കാദമി, സംഗീത നാടക അക്കാദമി, ചലച്ചിത്ര അക്കാദമി, ഈ ഇങ്ങനെ കിടപ്പുണ്ട് പ്രസ്ഥാനങ്ങൾ. അപ്പോൾ കോൺഗ്രസിന് പുതിയ ഈ സൈസ് ബുദ്ധികൾ കുറവായതുകൊണ്ട് പതുക്കെ ഇവർ അങ്ങോട്ടൊക്കെ ചെല്ലും. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, UDF സർക്കാരിൻ്റെ കാലത്ത് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതാണ്, ഒരു സാംസ്കാരിക നായകനെ പറഞ്ഞാണ്, UDF നിയമിച്ച ഒരു സാംസ്കാരിക നായകൻ, ഇയാൾ ഇതുപോലെ സേവ ഓടിച്ച് ആയതാണ്, ഒരു ചെയർമാൻ സ്ഥാനം കിട്ടിയ ഒരു സാംസ്കാരിക സ്ഥാപനത്തിൽ. ഭരണം മാറുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു 16-ൽ. അപ്പോഴത്തേക്ക് ഇയാൾ ചെയ്തത്, ഇയാൾ ആ ഓഫീസിലെ എല്ലാ വിൻഡോ കട്ടനും ചുവന്ന കട്ടൻ ഇട്ടു. പിന്നെ പ്രമുഖനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആചാര്യനെ കുറിച്ച് പുസ്തകം എഴുതിയിട്ട് ഇയാൾ ഇത് കൊണ്ടുവന്ന് എല്ലാവർക്കും വിതരണം നടത്തിയതാണ്, ഇയാളെ ആളുകൾ വഴി. പക്ഷേ CPM അല്ലേ, ആർക്ക് മനസ്സിലായി ഇവൻ മറ്റേ ഈ അവസരോചിതനാണെന്ന് മനസ്സിലായിട്ട് കൊടുത്തില്ല. അല്ല, ചാടി വന്നവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ചെങ്ങന്നൂർ സജി ചെറിയാൻ മന്ത്രിയായപ്പോൾ അവിടെ OS ഉണ്ണികൃഷ്ണൻ, അത് RSS സഹയാത്രികനാണ്. OS ഉണ്ണികൃഷ്ണനെ പിടിച്ചിട്ട് മറ്റേ ഇതിൻ്റെ ചെയർമാനാക്കി. അത് എൻ്റെ പേര് മറന്നുവല്ലോ, സാംസ്കാരിക സ്ഥാപനമാണ്, അതിൻ്റെ ചെയർമാനാക്കി OS ഉണ്ണികൃഷ്ണൻ. അപ്പോൾ അതുവരെ പിന്നെ ഇതായിട്ട് നടന്ന ഒരാളാണ്. അത് നേരത്തെ നമ്മുടെ CJ കുട്ടപ്പനൊക്കെ ചെയർമാനായിട്ട് ആ സംഘടനയാണ്. അതിന്റെ ഫോക്ലോർ അക്കാദമി, അതിന് പേര് പെട്ടെന്ന് എനിക്ക് കിട്ടിയില്ല, ഫോക്ലോർ അക്കാദമി. അപ്പം അദ്ദേഹത്തിന് തുടർച്ചയും കൊടുത്തു. മനസ്സിലാവും, തലേന്ന് ഇങ്ങോട്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വന്നയാളാണ്, ഉടനെ അദ്ദേഹം ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം കൊടുക്കുന്നു. അങ്ങനെ കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് ചെയ്യുന്നു. ഇതിപ്പോൾ ഈ അശോകൻ ചെരുവിലും KR മീരയും അതുപോലെ സിബി മലയിലും
പിന്നെ ബി ഉണ്ണികൃഷ്ണനും പോലെയുള്ള ആൾക്കാരാണ് ഈ 18 സാംസ്കാരിക നായകർ ഇദ്ദേഹത്തിന് പിന്നാലെ. അശോകൻ ചെരുവിലിന് PSC മെമ്പർ സ്ഥാനം കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. അത് സർക്കാർ PSC മെമ്പർ ആയതുകൊണ്ട് അതിന്റെ ഒരു അതിനിപ്പോ നഷ്ടമാവില്ല. സർക്കാർ മാറിയാലും കാലാവധി പൂർത്തിയാക്കിയിട്ട് കഴിഞ്ഞു. അപ്പോൾ എന്താണെങ്കിലും ശരി, ഈ സാംസ്കാരിക നായർ പ്രത്യേക ഇനമാണ്, പ്രത്യേക വർഗത്തിൽ. കൂട്ടത്തിൽ എന്റെ സഹപാഠി കൂടിയായ ബി ഉണ്ണികൃഷ്ണൻ അദ്ദേഹം ഈ സർക്കാർ പദവി സ്വീകരിച്ചില്ല. ഇല്ല, ഒന്നും സ്വീകരിച്ചില്ല. വേണമെങ്കിൽ അതിന് പദവി കിട്ടുമായിരുന്നു. പക്ഷെ പദവി അത്രയും അന്തസ്സ് കാണിച്ചു. അതുണ്ടായി. ബാക്കി പലർക്കും പിന്നെ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടണ്ടേ? അത് വേണമല്ലോ. പിന്നെ ഇവർക്ക് വേറെ താല്പര്യമുള്ള ഒരുപാട് മേഖലകളുണ്ട്. ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോണ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ ഇവർ ഗസ്റ്റായിട്ട് വിളിച്ചിട്ട് മസ്കറ്റ് ഹോട്ടലിൽ, വൻകിട ഹോട്ടലിൽ താമസം കള്ളുകൂടിയായിട്ട് അവിടെ ഇവരാരും ഈ ഫിലിം ഫെസ്റ്റിവൽ അവിടെ പോവുകയോ അവിടെ പോയി സിനിമ കാണുക. എനിക്ക് വിലയിരുത്തല. പലർക്കും സിനിമ, ലോക സിനിമ എന്താണെന്നുള്ള അറിയാൻ പാടില്ലാത്തവരായിരിക്കും. ഈ സാംസ്കാരിക നായകന്മാർ നിങ്ങൾ ഫിലിം ഫെസ്റ്റിവലിന് നടക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, കുറേ അലഞ്ഞിരിഞ്ഞ് അവിടെ നടക്കുന്നത്. ഇവരൊക്കെ സർക്കാർ ഗസ്റ്റുകളാണ് പലരും. അത് ശരി, അതാണ്, അല്ലാതെ ചുമ്മാ വരുന്നതല്ല. അതുപോലെ രഞ്ജിത്തൊക്കെ എങ്ങനെയായിരുന്നല്ലോ. അതെ. പിന്നെ ഇവർക്കുള്ള വേറൊരു പ്രശ്നം, ഇവർ ഈ വടക്കേ ഇന്ത്യയിൽ വല്ലതും നടന്നാൽ മാത്രമേ സാംസ്കാരിക നായർ പ്രതികരിക്കൂ. സെലക്റ്റീവ് പ്രതികരണം. കേരളത്തിൽ എന്തൊക്കെ സംഭവങ്ങൾ നടന്നു? കേരളത്തിൽ ദിലീപിനെതിരെ ഇവർ പ്രതികരിക്കാൻ തയ്യാറാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇവർ കണ്ണുനീരൊഴിക്കും, മെഴുകുതിരി കത്തിക്കും, പിന്തുണ പ്രഖ്യാപിക്കും. PT കുഞ്ഞുമോഹനെതിരെ പ്രതികരിക്കില്ല. അത് കണ്ടിട്ടില്ല. പിന്നെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ പ്രതികരിക്കുകയില്ല. പിന്നെ ഇവരുടെ പാർട്ടി നേതാക്കന്മാർ ഓരോ പെണ്ണുങ്ങളെ പഴപ്പിച്ച അതിനെതിരെ പ്രതികരിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് സമാനമായിട്ട് റാന്നിയിൽ ഒരു പെണ്ണിനെ കൊണ്ട് നടന്നിട്ട് ഇതുപോലെ തന്നെയൊക്കെ ചെയ്തു. ഒരു പ്രതികരണവും പ്രതികരണമല്ല ഇവർ ഭരണത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ മുമ്പ് ഓർമ്മയുണ്ടായിരുന്നു, കേരളത്തിൽ 84 പാർലമെന്റ് ഇലക്ഷൻ മാധവിക്കുട്ടി മത്സരിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥി തിരുവനന്തപുരം മണ്ഡലത്തിൽ. അന്ന് കമലാസുരി എന്നും പറഞ്ഞില്ലേ? ഞാൻ ഓർക്കുന്നു 1000 വോട്ട് താഴെ കിട്ടിയുള്ളൂ. അത് അവരുടെ ഇതില് സിനിമയിലൊക്കെ ഉണ്ടായിരുന്നു. അത് രസകരമായ കാര്യം. എൻ്റെ അമ്മയുടെ ഇവിടെ നേറ്റക്കാരല്ല, അപ്പോൾ അവിടെയുള്ള എൻ്റെ ഒരു ആൾ പറഞ്ഞതാണ്, ഇവർ ഈ തിരുവനന്തപുരത്തുള്ള കുറേ കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചത് മാധവിക്കുട്ടിക്ക്. അതിൽ ഒരു സാംസ്കാരിക നായകൻ പറഞ്ഞു, നേറ്റക്കാരെ അത് ഉൾപ്രദേശത്താണ്, അവർക്ക് ഇവരൊക്കെ ആരെന്ന് പോലും അറിഞ്ഞുകൂടാ, ഞാൻ എൻ്റെ പ്രഭാഷണം ആരംഭിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. എന്നിട്ട് അദ്ദേഹം ബൊളീവിയയെക്കുറിച്ച്, അദ്ദേഹം അവിടത്തെക്കുറിച്ച് സാധാരണക്കാരെ ആളുകൾ നോക്കിക്കൊണ്ടേ അവർക്കൊന്നും മനസ്സിലായി. ഇവരെക്കുറിച്ച് മാത്രം പറഞ്ഞില്ല. മാത്രമല്ല അവസാനം എല്ലാം കഴിഞ്ഞ മാധവിക്കുട്ടി പറഞ്ഞു, അവരെ നല്ലൊരു കുടയുണ്ടായിരുന്നു, ഇവന്മാരും അടിച്ചുകൊണ്ടിരുന്നു. വളരെ മനോഹരമായി ഒരു വിദേശ കുടയൊന്നും ഉണ്ടായിരുന്നു. ഈ വന്നവരെ ഇവരെ ആരാ തട്ടിക്കയറ്റി അന്ന് ആരാണ്ടൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടാണ്. അത് ഞാൻ എവിടെയോ വായിച്ചു, ഇവരെ കൊണ്ട് മത്സരിപ്പിച്ചതിനെ കുറിച്ച് ഞാൻ എവിടെയോ വായിച്ചു. അങ്ങനെയാണ് ഈ സാംസ്കാരിക നായകന്മാര് എന്ന് പറയുന്നത് യാതൊരു ചളുപ്പും ഇല്ലാത്ത, യാതൊരു നിലപാടും ഇല്ലാത്ത വ്യക്തി. അതെ. മാത്രമല്ല ONV സാർ 89 ഇവിടെ മത്സരിച്ചപ്പോൾ അധികം ഈ സാംസ്കാരിക നായകന്മാർ അന്ന് കളത്തിൽ ഇറക്കിയിട്ടില്ലായിരുന്നു. അദ്ദേഹം പരാജയപ്പെട്ടു. ചാൾസിനോടാണ് പരാജയപ്പെട്ടത്. എന്തായാലും ഈ സാംസ്കാരിക നായകർ എന്ന് പറയുന്ന വർഗത്തെ നമുക്കിവിടെ ഇവിടുത്തെ സോഷ്യൽ മീഡിയ ഏറ്റവും കൊല്ലുന്ന ഇവരെയാണ് ഈ സാംസ്കാരിക നായകന്മാർ. യാതൊരു നിലപാടും ഇല്ലാത്ത വെറും അടിമ വർഗങ്ങൾ. ഇവരൊക്കെ നമ്മൾ പണ്ട് പിന്നെ കാസറ്റ് ഇട്ട് ഉച്ചഭാഷണി കൂടെ പാട്ട് വെക്കുന്ന പോലെ അവിടെ നിന്ന് പിണറായി വിജയൻ ഒരു കാസറ്റ് ഇടും, ഇവർ ഈ ഉച്ചഭാഷണി ഇവർ കയറിയെന്ന് വിളിച്ചു പറയും. അതാണ് ഇവരുടെ രീതി. അല്ലെ ഈ CPM തീരുമാനിക്കും ഇവരെന്ത് പറയണം. എന്തായാലും ഈ സാംസ്കാരിക നായകർ എന്ന് പറയുന്ന ഈ ഒരു വർഗത്തിന്റെ വംശനാശം കൂടി സംഭവിച്ചാൽ കേരളം ഓക്കെയാണ്. കാര്യം ഇത് മാത്രമല്ല, വളരെ രസകരമായ കാര്യമുണ്ട്. നമ്മളിവിടെ ഒരിക്കൽ നമ്മുടെ മറുനാടൻ മലയാളിയിൽ MV ഗോവിന്ദൻ മാസ്റ്റർ അവർ ഇന്റർവ്യൂ എടുക്കാൻ പോയിരുന്നു. നമ്മുടെ ജോയി ഉള്ള സമയത്ത്, ഞങ്ങൾ ജോയി തമ്മിലുള്ള സമയത്ത് ഇന്റർവ്യൂ, അപ്പോൾ ഞാനും കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, നമ്മുടെ ഒരു സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ പദവി ഇരിക്കുന്ന ഒരാളോട്, അദ്ദേഹം എൻ്റെ പരിചയക്കാരനാണ്. എന്നെ കണ്ടപ്പോൾ അദ്ദേഹം ചമ്മി. ഞാൻ എന്ത് പറ്റി? അല്ല, സാവനെന്ന് കാണാൻ വന്ന ഗോവിന്ദൻ മാസ്റ്റർ. കാര്യം എന്താണ്? ഇതിൻ്റെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. ഞാൻ പിന്നീട് വിളിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായ കാര്യം, കാലാവധി തീരാൻ പോവുകയാണ്. കാലുപിടിക്കാൻ വന്നതാണ്. ഇതാണ് കക്ഷികൾ. എന്തായാലും സാംസ്കാരിക നായരെല്ലാം കൂടെ ചേർന്ന് ഈ സാംസ്കാരിക നായകന്മാർ ഈ 18 എന്നുള്ളത് ഒരു നമ്മുടെ ഒരു 50 ആയിരുന്നെങ്കിൽ 18 അക്ഷൗണിപ്പടയായിരുന്നു കുരുക്ഷേത്ര യുദ്ധത്തിലുണ്ട്. ഈ 50 സാംസ്കാരിക നായകന്മാരെ 100 ഇറക്കിയിരുന്നെങ്കിൽ 1,00,000 വോട്ടിന് തോറ്റു കിട്ടിയമായിരുന്നു. കാരണം നിങ്ങളെക്കാൾ ഏറെ ഇവിടുത്തെ ജനം വെറുക്കുന്നത് ഇത്തരം സാംസ്കാരിക നായകരെ.